എൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവിൻ്റെ സുദിനമാണ്. ഇതാര് ജസ, നീ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നാ? നീ എന്തെങ്കിലും മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്? എപ്പോൾ നോക്കിയാലും മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും. കണ്ണിൻ്റെ ഫിലമെൻ്റ് അടിച്ചു പോകില്ലേ മോളെ? എന്താ ഇപ്പോൾ എല്ലായിടത്തും കൊച്ചുമക്കളെ ഉപദ്രവിക്കുന്ന ന്യൂസുകളൊക്കെ ധാരാളം വന്നല്ലോ. നമ്മുടെ വീട്ടിൽ ഇതുപോലുള്ള മക്കളില്ലേ? ഇതുപോലെയുള്ള മക്കളെയൊക്കെ നമ്മളല്ലേ ചേർത്ത് വെക്കേണ്ടത്? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് എൻ്റെ ശ്രോതാക്കളെ. നമ്മളുടെയൊക്കെ മക്കളെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്, എത്രത്തോളം ഒരു കരുതൽ അവർക്ക് നൽകുന്നുണ്ടെന്ന്, ഓരോ വീട്ടിലുള്ള മക്കളെയും എത്രത്തോളം പരിചരിക്കുന്നുണ്ടെന്ന് ഓരോരുത്തരും ചിന്തിക്കണം. ഇന്ന് മക്കളെയൊക്കെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയും ഉപദ്രവിക്കുകയും ഉപേക്ഷിച്ചു പോകുന്ന ഈ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള മക്കൾ വീട്ടിലിരുന്ന് ഇതുപോലെയുള്ള ഫോണുകളിലൂടെ ഇത്തരം ന്യൂസുകൾ കാണുമ്പോൾ ഇവർ ചിന്തിക്കുന്നത് എൻ്റെ പ്രായമുള്ള കുട്ടിയല്ലേ, പഠിക്കേണ്ട പ്രായം, ഓടിക്കളിക്കേണ്ട പ്രായം, സന്തോഷവും സ്നേഹവും കിട്ടേണ്ട പ്രായം നഷ്ടപ്പെട്ടു പോകുവാണല്ലോ എന്നോർത്ത് ഇവർക്കും സങ്കടം തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഇത്തരം മക്കളോട് കാണിക്കേണ്ടത്? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയല്ലോ, മല്ലം യർഹം സഈറന, കുട്ടികളോട് കരുണ കാണിക്കാത്തവർ ഫലൈസ മിന്ന, എന്നിൽപ്പെട്ടവരല്ല. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീട്ടിലെ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണം. എങ്കിൽ സമൂഹത്തിൻ്റെ വലിയൊരു പ്രശ്നം മാറി നല്ലൊരു സന്തോഷത്തോടെ നമ്മളുടെ മക്കളുടെ ഭാവി നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇത് നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യണം. ഇതുപോലെയുള്ള മക്കളെ ചേർത്ത് പിടിക്കണം, അല്ലേ ജിത? ചേർത്ത് പിടിക്കണ്ടേ? അതുകൊണ്ട് നമ്മൾക്ക് വീണ്ടും കാണാം.